തിരുനാളിനെത്തുന്നവർക്കെല്ലാം ജാതിമത ഭേദമന്യേ പനിനീർ പുഷ്പങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു പള്ളിയുണ്ട് തൃശ്ശൂരിൽ. എറവ് കപ്പൽ പള്ളിയിലാണ് കർണാടകയിലെ പൂപ്പാടങ്ങളിൽ നിന്നെത്തിച്ച 10,000-ൽ പരം വിവിധ വർണ്ണങ്ങളിലുള്ള റോസാപ്പൂക്കൾ നൽകി പെരുന്നാളിന് തുടക്കമിട്ടത്. തൃശ്ശൂരിലെ കപ്പൽ പള്ളി പോലെ പ്രശസ്തമാണ് ഇവിടുത്തെ റോസാപ്പൂ വിതരണവും. തിരുനാളിന് മുന്നോടിയായുള്ള ആദ്യ ചടങ്ങാണിത്. ഇതിനായി കർണാടകയിലെ പൂപ്പാടങ്ങളിൽ നിന്ന് ശേഖരിച്ച 10,000-ലധികം റോസാപ്പൂക്കളാണ് ഇത്തവണയും ഒരുക്കിയത്. ഫസ്റ്റ് റെഡ്, ഗ്രാൻഡ് ഗാല, താജ്മഹൽ, റെഡ് റിബൺ, റോയൽ ക്ലാസ് എന്നീ ഇനങ്ങളിലുള്ള ചുവപ്പ്, റോസ്, മഞ്ഞ, ഓറഞ്ച് എന്നിങ്ങനെ 10 നിറങ്ങളിലുള്ള റോസാപ്പൂക്കളാണ് വിശ്വാസികൾക്കായി നൽകിയത്. പലവിധ വർണ്ണങ്ങളിലുള്ള പനിനീർ പുഷ്പങ്ങൾ അമ്മമാരുടെ നേതൃത്വത്തിലാണ് വിതരണത്തിന് തയ്യാറാക്കിയത്. തിരുനാളിന്റെ ഭാഗമായി വിതരണം ചെയ്യുന്ന പനിനീർ പുഷ്പങ്ങൾ വാങ്ങാൻ വിവിധ ദേശങ്ങളിൽ നിന്ന് വരെ ആളുകളെത്തും. ഞാൻ ഈ ദേവാലയത്തെക്കുറിച്ച് അറിയുന്നത് ഫേസ്ബുക്കിൽ കണ്ടിട്ടാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഞാൻ ഇപ്പോൾ ഈശോയോട് പറഞ്ഞു, ഈശോയെ എന്നെ ഒന്ന് ആ ദേവാലയത്തിലൊന്ന് കൊണ്ടുപോകും, ദൈവം വിളിച്ചാൽ ഞാനത് വരുമെന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ എനിക്ക് പിള്ളേരോട് പറഞ്ഞ് എത്രത്തോളം അത് ശരിയാവുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു, പക്ഷേ നമുക്കിങ്ങനെ ഒരു പള്ളി ഞാനും കണ്ട് നമുക്ക് പോകാമെന്ന് ചോദിച്ചു. ശരിയെന്ന് പറഞ്ഞു. സെന്റ് തെരേസാസ് കപ്പൽ പള്ളിയിലെ തിരുനാൾ ആചാര രീതികളിലും വൈവിധ്യം നിലനിർത്തുന്നുണ്ട്. പുഷ്പകിരീടം ശിരസിൽ ധരിച്ച് അൾത്താരയുടെ മുൻപിൽ അണിനിരുന്നവർ റോസാപ്പൂക്കൾ ഉയർത്തിപ്പിടിച്ചപ്പോൾ ശംഷാബാദ് ആർച്ച് ബിഷപ്പ് മാർ പ്രിൻസ് പാണേങ്ങാടൻ ആശീർവാദ കർമ്മം നടത്തി. രൂപഘടന കൊണ്ട് ലോകത്തിൽ ഒരേ ഒരു കപ്പൽ പള്ളിയാണ് ഈ ദേശത്തുള്ളത്. അതിൽ കുടിവെച്ച പുണ്യവതി വിസുകൊച്ചുരസ്യ പുണ്യവതിയുടെ ചരിത്രപ്രസിദ്ധമായ റോസാപ്പൂ പെരുന്നാൾ ആരംഭിച്ചിരിക്കുകയാണ്. നാനാജാതി മതസ്ഥരായ ആളുകൾ ഈ വെള്ളിയാഴ്ച ദിവസം ഈ ദേവാലയ അങ്കണത്തിലേക്ക് കടന്നു വരികയും നേർച്ചയായി റോസാപ്പൂക്കൾ വാങ്ങി ഒരു വർഷത്തോളം അത് അവരുടെ വീടുകളിൽ വെച്ച് അവരത് പ്രത്യേകമായി പുണ്യവതിയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കേരള വിഷൻ ന്യൂസ്, തൃശ്ശൂർ.